ഒരു മനുഷ്യൻ അതിശക്തമായ ഒരു സൂപ്പർ റൈഫിൾ കണ്ടുപിടിക്കുന്നു. എന്നാൽ അതിന്റെ കരുത്തളക്കാനായി അവൻ അത് പരീക്ഷിച്ചു നോക്കുമ്പോൾ മുന്നിലുള്ള കോൺക്രീറ്റ് ചുവരിൽ ഒരു ചെറിയ വെടിയുണ്ടയുടെ പാട് മാത്രമേ കാണുന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ ആ ചുവരിന് പിന്നിൽ കോൺക്രീറ്റ് പൂർണ്ണമായും തുളച്ചു കയറിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിലായി ഒരു വലിയ ഗർത്തവും രൂപപ്പെട്ടിരുന്നു. കുറച്ചകലെയുള്ള ഒരു കെട്ടിടത്തിന് പോലും ആ വെടിയേറ്റപ്പോൾ കേടുപാടുകൾ സംഭവിച്ചു. ആയുധത്തിന്റെ കരുത്ത് കൂട്ടാനായി അയാൾ അതിലൊരു പുതിയ ബാറ്ററി ഘടിപ്പിക്കുന്നു. ശേഷം തന്റെ പങ്കാളിയോട് ക്യാമറ ഓൺ ചെയ്യൂ എന്ന് പറയുന്നു. അയാൾ മുന്നോട്ട് വെടിയുതിർക്കാൻ തുടങ്ങിയുടനെ ദൂരെയുള്ള ഒരു ഇരുമ്പുപാലം നിമിഷങ്ങൾക്കകം തകർന്നു വീഴുന്നു. ഈ വീഡിയോ ഉപയോഗിച്ച് ആയുധം വലിയ വിലയ്ക്ക് വിൽക്കാമെന്ന പ്രതീക്ഷയിൽ അവർ സൈനിക ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നു. എന്നാൽ ഒരു ഉദ്യോഗസ്ഥന് ഈ വീഡിയോയിൽ സംശയം തോന്നുന്നു. അദ്ദേഹം വ്യക്തമായി പറയുന്നു, ആയുധം ഫയറിംഗ് റേഞ്ചിലേക്ക് കൊണ്ടുവരൂ. ചാർജ് ചെയ്യാവുന്ന ഒരു കളിപ്പാട്ടം പോലുള്ള തോക്ക് അയാൾ പുറത്തെടുക്കുന്നത് കാണുമ്പോൾ ഉദ്യോഗസ്ഥൻ അതിനെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. എന്നാൽ ആ മനുഷ്യൻ ശാന്തനായി തുടരുന്നു. അയാൾ ഒരു ഭാരമേറിയ ടാങ്കിലേക്ക് ലക്ഷ്യം വെച്ച് ട്രിഗർ വലിക്കുന്നു. ആ ആയുധത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണുന്ന നിമിഷം ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോകുന്നു. അദ്ദേഹം ഉടൻ തന്നെ ചോദിക്കുന്നു, ഈ ആയുധത്തിനും സാങ്കേതിക വിദ്യയ്ക്കും നിങ്ങൾക്ക് എത്ര തുക വേണം? ആ മനുഷ്യൻ നേരിട്ട് മറുപടി നൽകുന്നു, $100 ദശലക്ഷം. അത്ഭുതമെന്ന് പറയട്ടെ, ഉദ്യോഗസ്ഥൻ യാതൊരു മടിയും കൂടാതെ അത് സമ്മതിക്കുകയും നാളെ ഉച്ചയോടെ പണം തയ്യാറാകും എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ താൻ അവിടെ നിന്ന് പോയയുടൻ തന്നെ ആ ഉദ്യോഗസ്ഥൻ തനിക്കും ആയുധത്തിനുമെതിരെ സമഗ്രമായ ഒരു പശ്ചാത്തല അന്വേഷണം ആരംഭിച്ച കാര്യം ആ മനുഷ്യൻ അറിയുന്നില്ല. പിറ്റേന്ന് ഇടപാടിനുള്ള സമയമാകുമ്പോൾ തനിക്ക് വലിയൊരു ലാഭം കിട്ടാൻ പോകുകയാണെന്ന് അയാൾ കരുതുന്നു. എങ്കിലും അയാൾക്ക് എന്തോ സംശയം തോന്നിയതിനാൽ ആയുധം തന്റെ പങ്കാളികളുടെ പക്കൽ ഏൽപ്പിക്കുന്നു. അയാൾ കൂടിക്കാഴ്ച സ്ഥലത്തെത്തുമ്പോൾ അവിടെ പണമൊന്നും കാത്തിരിപ്പുണ്ടായിരുന്നില്ല. പകരം കുറച്ചുപേർ അയാൾക്ക് നേരെ ആയുധങ്ങൾ ചൂണ്ടി നിൽക്കുകയായിരുന്നു. അവർ അയാളെ ഭീഷണിപ്പെടുത്തി എല്ലാം കൈമാറാൻ നിർബന്ധിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തന്റെ കുടുംബത്തെയും അവർ തടവിലാക്കിയിരിക്കുകയാണെന്ന് അയാൾ അറിയുന്നത്. മറ്റു വഴികളൊന്നുമില്ലാതെ അയാൾ തന്റെ പങ്കാളികളെ വിളിച്ച് ആയുധവും അതിന്റെ മുഴുവൻ വിവരങ്ങളും ഉദ്യോഗസ്ഥന് കൈമാറുന്നു. അന്വേഷണത്തിന് ശേഷം ഉദ്യോഗസ്ഥൻ ആ മനുഷ്യനെയും കുടുംബത്തെയും മോചിപ്പിക്കുന്നു. എന്നാൽ ആ മനുഷ്യൻ ഇതിനകം തന്നെ സ്വന്തം നിലയിൽ അടുത്ത നീക്കം നടത്തിക്കഴിഞ്ഞ വിവരം ഉദ്യോഗസ്ഥൻ അറിയുന്നില്ല. വൈകാതെ ആ മനുഷ്യനും പങ്കാളികളും ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോകുന്നു. അവിടെ അവർ ഒരു സിഗ്നൽ ബൂസ്റ്റിംഗ് ഉപകരണം സ്ഥാപിച്ച് ഉദ്യോഗസ്ഥന്റെ വാഹനം നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ നേരത്തെ തന്നെ ആയുധത്തിനുള്ളിൽ ഒരു ട്രാക്കർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് അയാൾക്ക് ദൂരെയിരുന്ന് അവരുടെ ഓരോ ചലനവും പിന്തുടരാൻ കഴിയുമായിരുന്നു. വാഹനം ഫയറിംഗ് റേഞ്ചിലെത്തിയുടൻ ആ മനുഷ്യൻ സെക്കൻഡ് ജനറേഷനിൽപ്പെട്ട സൂപ്പർ റൈഫിൾ പുറത്തെടുക്കുന്നു. അത് കാണാൻ ഒരു കളിപ്പാട്ട വാട്ടർഗൺ പോലെയാണ്. എന്നാൽ അതിന്റെ ശക്തിയും പരിധിയും ആദ്യത്തെ ആയുധത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു. ആർക്കും പ്രതികരിക്കാൻ കഴിയുന്നതിന് മുൻപ് അയാൾ ട്രിഗർ വലിക്കുന്നു. അടുത്ത നിമിഷം ആ വാഹനം പൂർണ്ണമായും തകരുന്നു. ഈ രീതിയിൽ ആ മനുഷ്യൻ തന്റെ പ്രതികാരം വീട്ടുകയും യാതൊരുവിധ സംശയത്തിനും ഇടനൽകാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു.